ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ടെക്നിക്കൽ ടേംസ് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? സ്ട്രക്ചർ, ഹെഡർ, യൂണിയൻ ഹെഡർ, യൂണിയൻ സ്ട്രക്ചർ, യൂണിയൻ ക്ലോസർ, ബെഡ് ജോയിൻ്റ് എന്താണെന്ന് പഠിച്ചു, ലാപ്പ് പഠിച്ചു, പെർപെൻസ് പഠിച്ചു അല്ലേ? ഇതൊക്കെ ഡെഫിനിഷൻസ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ലെങ്ത് വൈസാണ് വോളിന് പാരലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇതിനെ സ്ട്രക്ചർ എന്ന് പറയുക. വിഡ്ത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹെഡർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് താഴെ മോട്ടാറിൻ്റെ ഒരു ലെയർ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? മേസൺറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ലെയറിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുക. ആ ജോയിൻസ് അതെന്താണ്? ബെഡ് ജോയിൻസ് എന്താണ്? എല്ലാ ബ്രിക്കിൻ്റെയും മുകളിലും താഴെയും അതുപോലെ വെർട്ടിക്കലായിട്ട് എന്ത് വരുന്നുണ്ട്? മോട്ടാർ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ബെഡ് ജോയിൻ്റ് എന്ന് പറയുക. അതുപോലെ പറഞ്ഞു പെർപെൻസ് എന്താ? വെർട്ടിക്കൽ ജോയിൻസ് അല്ലേ? വെർട്ടിക്കൽ ജോയിൻസ് എന്താണ്? രണ്ട് വെർട്ടിക്കൽ ജോയിൻസ് വരുന്നിടത്താണ് എന്ത് വരിക? പെർപെൻസ് വരിക അല്ലേ? ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന രണ്ട് വെർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുക. അതുപോലെ എന്താണ്? ലാപ്പ്. ആ ചോദിച്ചാൽ ഡൗട്ട്. ഫസ്റ്റ് 1ഉം 3ഉം ഒരേ ഇത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഫിഗറിൽ കാണിച്ചേക്കണത്. എന്താ 1ഉം 3? അത് ഇത് ഹെഡറാണ്. ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് ഹെഡറാണ്. ഇത് ഒന്നാമത്തെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഹെഡറാണ്. മൂന്നാമത്തേന് എന്താണ് പ്രശ്നം? മൂന്നാമത്തെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്? ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ശരിക്കും ഹെഡറല്ല വരിക, ഹെഡറിൻ്റെ ഒരു പോർഷനാണ്. ഹെഡറിൻ്റെ ക്ലോസർ ഇല്ല, അതായത് നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസറുകൾ എന്ന് പറയുക. അല്ലെങ്കിൽ എന്ത് പറയുക? നമ്മൾ ആ ക്ലോസർ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ചെയ്തേക്കണ കണ്ടോ? ഇത് ശരിക്കും ഹെഡറല്ല. ഇത് ഹെഡറാണോ? ഹെഡറല്ല. അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബ്രിക്കിൻ്റെ ബ്ലോക്ക് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഹെഡറിൻ്റെ സൈസാണോ അത്? ആ അതിനാണ് നമ്മൾ യൂണിയൻ ഹെഡർ അല്ലെങ്കിൽ സ്ട്രക്ചർ പോർഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യൂണിയൻ സ്ട്രക്ചർ എന്ന് പറയാം നമ്മൾ. ആ ഫിഗറിനെക്കാട്ടും കുറച്ചുകൂടി ക്ലിയർ ആവും ഈ ഫിഗറിലാണ്. അത് ഫുള്ള് സ്ട്രക്ചർ ബോണ്ടായ കാരണം മനസ്സിലാവാത്തതാണ്. ഇതിൽ ഹെഡറും സ്ട്രക്ചറുള്ള കാരണം മനസ്സിലാവും. അപ്പം എന്താണ് ലാപ്പ്? എന്താണ്? രണ്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് രണ്ട് വെർട്ടിക്കൽ ജോയിൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ വരുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തിനാ പറയുന്നത്? ലാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ പീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസ് എന്ന് പറയുക. അതുപോലെ യൂണിയൻ ക്ലോസർ എന്ന് പറയുന്നത് എന്താ? കട്ട് ദി ബ്രിക്ക് ലോഞ്ചിറ്റ്യൂഡിനലി ഇൻ ഈക്വൽ പാർട്സ്. ലോഞ്ചിറ്റ്യൂഡിനലി ഈക്വൽ പാർട്സ് ആക്കുന്നതിനെയാണ് ഒരു ബ്രിക്കിനെ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ ഈക്വൽ പാർട്സ് ആക്കുന്നതിനാണ് യൂണിയൻ ക്ലോസർ എന്ന് പറയുക. അല്ലെങ്കിൽ ക്യൂൻ ക്ലോസർ എന്നും പറയും അതിന്. ഇംഗ്ലീഷ് ബോണ്ട് പറഞ്ഞു. എന്താ ഇംഗ്ലീഷ് ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഡെഫിനേഷൻ എന്താ? ഓൾട്ടർനേറ്റീവ് കോഴ്സസ് കൺസിസ്റ്റ്സ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അതായത് ഒരു കോഴ്സിൽ സ്ട്രക്ചർ മാത്രമേ വരുള്ളൂ, മറ്റൊരു കോഴ്സിൽ ഹെഡർ മാത്രമേ വരുള്ളൂ. അതാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് എന്ത് വരുന്നത്? ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുന്നത്. പിന്നെന്താണ്? ക്യൂൻ ക്ലോസർ പുട്ട് നെക്സ്റ്റ് ടു ദി യൂണിയൻ ഹെഡർ ടു ദി
ഗെറ്റ് ലാപ്പ്. ലാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? യൂണിയൻ ഹെഡറും കൂടി ക്യൂൻ ക്ലോസറിനൊപ്പം യൂണിയൻ ഹെഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഈച്ച് ഓൾട്ടർനേറ്റീവ് ഹെഡർ സെൻട്രലി സപ്പോർട്ടഡ് ഓൺ സ്ട്രക്ചറിനെ സെൻട്രലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിഗർ വരച്ചത് തന്നെയാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഹെഡേഴ്സ്, ഈ ഹെഡറും എന്താണ്? സ്ട്രക്ചറിനെ സെൻട്രലി സപ്പോർട്ട് ചെയ്യുന്നതാണ്. കണ്ടോ? അതാണ് ആ സെൻറ്റൻസ്. അടുത്തെന്താണ്? ഹെഡർ കോഴ്സ് ഷുഡ് നെവർ സ്റ്റാർട്ട് വിത്ത് എ ക്യൂൻ ക്ലോസർ. എന്താണ്? ഹെഡർ കോഴ്സിൽ എന്ത് വരില്ല? ഹെഡർ കോഴ്സിൽ ആദ്യം എന്ത് വരില്ല? ക്യൂൻ ക്ലോസർ വരില്ല. ക്യൂൻ ക്ലോസർ ആർ നോട്ട് റിക്വയർഡ് ഇൻ സ്ട്രക്ചർ കോഴ്സ്. സ്ട്രക്ചർ കോഴ്സിൽ ക്യൂൻ ക്ലോസറിൻ്റെ ആവശ്യവും ഇല്ല. നമുക്ക് ആവശ്യം വരിക ഹെഡർ കോഴ്സിലാണ്. പക്ഷേ ഹെഡർ കോഴ്സിൽ എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്യൂൻ ക്ലോസർ വരില്ല. ക്ലിയർ ആയോ? അതാണ് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പറഞ്ഞത്. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട്. രണ്ട് മെയിനായിട്ടുള്ള ബോണ്ടുകളാണ് വരുന്നത്. ഒന്ന് ഫ്ലെമിഷ് ബോണ്ടും ഒന്ന് ഇംഗ്ലീഷ് ബോണ്ടും. എന്താ ഫ്ലെമിഷ് ബോണ്ട് വരുന്നത്? ഇൻ എവരി കോഴ്സ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ് ഓൾട്ടർനേറ്റീവ്ലി. നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുന്നത്. പക്ഷേ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ഇൻ എവരി കോഴ്സ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ് ഓൾട്ടർനേറ്റീവ്ലി. ഒരു കോഴ്സിൽ തന്നെ എന്ത് വരും? ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡറും വരും സ്ട്രക്ചറും വരും. ഒരു കോഴ്സിൽ ഇംഗ്ലീഷ് ബോണ്ടിൽ പറഞ്ഞത് എന്താ? ഓൾട്ടർനേറ്റീവ് കോഴ്സസാണ്. ഇവിടെ പറയുന്നത് എന്താ? എവരി കോഴ്സ്, എല്ലാ കോഴ്സിലും ഹെഡറും സ്ട്രക്ചറാണ് ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഓഡ് കോഴ്സിൽ നോക്കിയാൽ ആദ്യം ഒരു സ്ട്രക്ചറാണ് വരുന്നത്. പിന്നെന്താ വരുന്നത്? ഒരു ഹെഡർ. കണ്ടോ? ഒരു സ്ട്രക്ചർ എസ്, ഇവിടെ എന്താണ്? ഹെഡറാണ് വന്നത്. വീണ്ടും എന്ത് വന്നു? സ്ട്രക്ചർ വന്നു. വീണ്ടും എന്ത് വന്നു? ഹെഡർ വന്നു. വീണ്ടും ഇവിടെ വരിക സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു കോഴ്സിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡേഴ്സും വരുന്നുണ്ട്, സ്ട്രക്ചറുകളും വരുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കിയേ, ഈ വൺ കോഴ്സ് നോക്കിയേ. നേരത്തെ നമ്മൾ സ്ട്രക്ചറാണ് കൊടുത്തത്. സെക്കൻഡ് കോഴ്സിൽ വന്നപ്പോൾ എന്തായി? ഹെഡറായി. ഹെഡർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ക്യൂൻ ക്ലോസർ കൊടുക്കണം. ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹെഡർ വന്നു, പിന്നെ ക്ലോസറാണ് വന്നത്. പിന്നെ വീണ്ടും എന്ത് വന്നു? സ്ട്രക്ചർ വന്നു. പിന്നെ എന്ത് വന്നു? ഹെഡർ വന്നു. പിന്നെ സ്ട്രക്ചർ വന്നു. ക്ലിയർ ആയോ? അതായത് ഇൻ എവരി കോഴ്സ് ഓൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ പ്ലേസ്ഡ്. അതായത് ഒരു കോഴ്സിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഹെഡറും വരുന്നുണ്ട്, സ്ട്രക്ചറും വരുന്നുണ്ട്. ക്ലിയർ ആയോ? എ ക്യൂൻ ക്ലോസർ ഈസ് പുട്ട് നെക്സ്റ്റ് ടു ദി യൂണിയൻ ഹെഡർ. എന്താണ്? യൂണിയൻ ഹെഡറിൻ്റെ ഒപ്പം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യൂൻ ക്ലോസർ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ക്യൂൻ ക്ലോസറിൻ്റെ ഒപ്പം എന്ത് കൊടുത്തിട്ടുണ്ട്? ഹെഡർ. ഇവിടെ കണ്ടോ? ഈ പൊസിഷനിലാണ് ഹെഡർ കൊടുത്തിട്ടുള്ളത്. ആ എലവേഷനിൽ നോക്കുക, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റായിട്ടുള്ള ലാപ്പ് ജോയിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലാപ്പ് എത്രയാണ് നമ്മൾ പറഞ്ഞ 1.4 എങ്കിലും വേണം. നമ്മൾ പകുതിയാണ് കൊടുക്കാറെന്നുണ്ടെങ്കിലും 1.4 മിനിമം ആവശ്യമുണ്ട്. അതിന് വേണ്ടി നമ്മൾ ക്യൂൻ ക്ലോസറിൻ്റെ ഒപ്പം യൂണിയൻ ഹെഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതെന്ത് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ലാപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്.
കഴിഞ്ഞതിൽ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഇംഗ്ലീഷ് ബോണ്ടിൽ പറഞ്ഞത് തന്നെയാണ്. ഇൻ എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയേ, എന്താണ്, ഒരു ഹെഡർ അതിൻ്റെ താഴെ എന്തുണ്ട്, ഒരു ഹെഡർ അതിൻ്റെ താഴെ എന്ത് വരുന്നുണ്ട്, സ്ട്രക്ചർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹെഡർ അതിൻ്റെ താഴെ സ്ട്രക്ചർ സെൻട്രലായിട്ട് സപ്പോർട്ട് ചെയ്യണം. താഴെ ഇതുപോലെ തന്നെ ഹെഡർ ഉണ്ട് കേട്ടോ. ഓരോ സ്ട്രക്ചറിനും സെൻറ്ററിൽ എന്തുണ്ട്, ഹെഡറുകൾ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ഇംഗ്ലീഷ് ബോണ്ടിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഹെഡേഴ്സിന് സെൻട്രലി സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? Yes, sure. പിന്നെന്താ, ബ്രിക്ക് ബാറ്റ് ആർ യൂസ്ഡ് ടു ബി യൂസ്ഡ് ഇൻ ദി അൺഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ബ്രിക്ക്. എന്താണ് ബ്രിക്ക് ബാറ്റുകൾ? ബ്രിക്ക് ബാറ്റുകൾ എന്താ, ബ്രിക്ക് ബാറ്റുകൾ 3 ടൈപ്പിലുണ്ട്. ഒന്ന് 1/4, 1/2 ആൻഡ് 3/4 ബാറ്റ്. എന്നു വെച്ചാൽ എന്താണ്, ഈ റേഷ്യോയിൽ നമ്മളൊരു ബ്രിക്കിനെ കട്ട് ചെയ്യാണ്. ഇതെന്താണ്, ഒരു ബ്രിക്കിൻ്റെ കാൽഭാഗം. 1/4 എന്ന് വെച്ചാൽ എന്താണ്, കാൽഭാഗം അല്ലേ? 1/4 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1നെ 4 ആക്കിയതിൽ ഒരു ഭാഗം അല്ലേ, 1/4. ഇപ്പോൾ 1/2 പകുതി ആയിരിക്കും അല്ലേ? ഹാഫ് ബ്രിക്ക് ബാറ്റ് എന്ന് പറയാം അതിനെ. എന്താ, ഹാഫ് ബ്രിക്ക് ബാറ്റ്, അതായത് ഒരു ബ്രിക്കിനെ പകുതിയാക്കിയത്. 3/4 ആണെങ്കിലോ 3/4 എന്ന് പറയും കേട്ടോ. 3/4 ബ്രിക്ക് ബാറ്റ്. ഇതെന്താണ്, ക്വാർട്ടർ ബ്രിക്ക് ബാറ്റ് കേട്ടോ. 1/4നെ ക്വാർട്ടർ എന്ന് പറയാം. ഓക്കെ, ക്വാർട്ടർ ബ്രിക്ക് ബാറ്റ് ഉണ്ട്, അതുപോലെ ഹാഫ് ബ്രിക്ക് ബാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1/2 എന്ന് പറയാം, അല്ലെങ്കിൽ ഹാഫ് ബ്രിക്ക് ബാറ്റ് എന്ന് പറയാം. 3/4ന് എന്ത് പറയും, 3/4. 3 ക്വാർട്ടറുകൾ ചേരുമ്പോഴല്ലേ 3/4 ആവുക. അപ്പോൾ 3/4 ബാറ്റ് അല്ലെങ്കിൽ എന്ത് പറയും, 3/4 ബാറ്റ് എന്ന് പറയും. നമ്മൾ നോർമലി പറയാം 3/4 ബാറ്റ് എന്നാണ് കേട്ടോ പറയാം. 3/4നെ 3/4 ബാറ്റ് എന്നേ പറയുള്ളൂ. 3/4 ബാറ്റ് എന്നും നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനത്തെ ബ്രിക്ക് ബാറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റായിട്ടുള്ള ലാപ്പ് കിട്ടാനും അതുപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതായത് ഒരു ക്ലോസർ, ഇതിന് എക്സാമ്പിൾ എന്താണ്, ക്ലോസറായിട്ട് ബാറ്റുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ബാറ്റുകൾ പറഞ്ഞു നമ്മൾ 1/4 ഉണ്ട്, 1/2 ഉണ്ട്, ആൻഡ് 3/4 ബാറ്റും ഉണ്ട്. ക്ലിയർ അല്ലേ? ബാറ്റുകളെ കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് പ്രത്യേകത? ഓരോ കോഴ്സിലും എന്തുണ്ട്, ഹെഡറും ഉണ്ട്, സ്ട്രക്ചറും ഉണ്ട്. ഹെഡർ വരുന്നിടത്ത് നമ്മൾ എന്തുണ്ട്, ക്യൂൻ ക്ലോസർ ആഡ് ചെയ്ത് കൊടുക്കും, വെർട്ടിക്കൽ ജോയിൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലാപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ.
ഇംഗ്ലീഷ് ബോണ്ട് പഠിച്ചു, ഫ്ലെമിഷ് ബോണ്ട് പഠിച്ചു. ഇനി അടുത്തത് ഇത് തമ്മിലുള്ള കമ്പാരിസണാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കേട്ടോ. കമ്പാരിസൺ. ആ അതെ, നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് വേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷ് ബോണ്ടേ യൂസ് ചെയ്യുള്ളൂ. അതായത് ഇംഗ്ലീഷ് ബോണ്ടിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഫ്ലെമിഷ് ബോണ്ട് ശരിക്കും നമ്മൾ കുറച്ചും കൂടി അപ്പിയറൻസ് ഒക്കെ നല്ല, അതായത് പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യാതെ വോളിൻ്റെ ആ ഒരു അപ്പിയറൻസ് കിട്ടുന്ന രീതിയിൽ വേണ്ടിടത്താണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് കൂടുതലും ചെയ്യുക. അതായത് ഡിസൈൻ വർക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചറലായിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കാണ്. അത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകൾ, അതായത് ഓപ്പൺ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കുകൾ കണ്ടിട്ടുണ്ടോ? അതായത് കൂടുതൽ വെളിച്ചം, എയറൊക്കെ കടക്കാനായിട്ട് കോറിഡോറിലൊക്കെ കാണാം. പ്ലാസ്റ്ററിംഗ് ഇല്ലാത്ത വർക്കുകളിൽ കൂടുതലും ഫ്ലെമിഷ് ബോണ്ടാണ് യൂസ് ചെയ്യാം. അതായത് കാണാൻ നല്ല ഭംഗി ഫ്ലെമിഷ് ബോണ്ടാണ്. ഇംഗ്ലീഷ് ബോണ്ടിനെക്കാട്ടും നല്ലത് ഫ്ലെമിഷ് ബോണ്ടാണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് എന്താണ്, പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യാത്ത ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന രീതിയിലുള്ള സ്പേസിൽ, അതുപോലെ തന്നെ ബ്രിക്കുകൾ കൂടുതൽ ആഡ് ചെയ്യാതെ നമ്മൾ ചെയ്യില്ല. അതായത് കുറച്ച് വെളിച്ചവും എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഓപ്പണായിട്ട് വരിക കുറച്ച് ഭാഗങ്ങൾ. അങ്ങനത്തെ വർക്കുകൾ കണ്ടിട്ടുണ്ടോ? ബ്രിക്കിൻ്റെ തന്നെ ഓപ്പൺ വാൾസ്. അപ്പം അതിലൊക്കെ കൂടുതലും ഫ്ലെമിഷ് ബോണ്ട് യൂസ് ചെയ്യുക. പക്ഷെ എന്താണ്, സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ഇംഗ്ലീഷ് ബോണ്ടിനെക്കാട്ടും സ്ട്രെങ്ത്ത് കുറവായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ബാറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രിക്ക് ബാറ്റുകൾ 1/4, 1/2 ആൻഡ് 3/4, 3/4 ബാറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ബാറ്റുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ബോളിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ എക്സാമിന് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൽ ഇതും നോട്ട് ചെയ്യാം കേട്ടോ. എക്സാമിന് എന്തായാലും ചോദിക്കാം. ഓക്കെ, എന്താണ് വരുന്നത്? അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുക? ഇംഗ്ലീഷ് ബോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഓൾട്ടർനേറ്റീവ് കോഴ്സസ് കൺസിസ്റ്റ്സ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് ഹെഡറുകളും സ്ട്രക്ചറുകളും വരുന്നത്. അത് ആദ്യത്തെ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ ഈച്ച് ഓൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ. എല്ലാ ഹെഡറുകളും അല്ല, ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഹെഡറുകൾ എന്താണ്, എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ കൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ പോയിൻ്റ് തന്നെ, ഇംഗ്ലീഷ് ബോണ്ട് ഡെഫിനേഷനിൽ പറഞ്ഞ പോയിൻ്റ് തന്നെ. ഫ്ലെമിഷ് ബോണ്ടിൽ എന്താണ് വരുന്നത്? ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ഈച്ച് കോഴ്സസ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും വരുന്നുണ്ട്. അങ്ങനെയാണ് ഓഡ് കോഴ്സ് ഈവൻ കോഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണ്, ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രക്ചറും വരുന്നു, ഒന്നിടവിട്ട് ഹെഡറും സ്ട്രക്ചറുകളും വരുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ എവരി ഹെഡേഴ്സ് ഇസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. ഇവിടെ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണെന്ന് പറഞ്ഞു. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെഡേഴ്സിലാണ് വരുന്നത്. ഫ്ലെമിഷ് ബോണ്ടിൽ എന്താണ്, എല്ലാ ഹെഡേഴ്സിൻ്റെയും താഴെ എന്തുണ്ടാവും? സെൻറ്ററിൽ, അതായത് ബ്രിക്കുകളുടെ താഴെ എന്തായിരിക്കും? സ്ട്രക്ചറായിരിക്കും. ആ സ്ട്രക്ചറിൻ്റെ സെൻറ്ററിലായിരിക്കും ഓരോ ഹെഡേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ബ്രിക്കുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? എന്താ? ആ, അടുത്ത നോക്കിയാൽ സ്ട്രെങ്ത്. സ്ട്രെങ്ത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ബോണ്ടിന്? സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട്. എന്താണ്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. അതേസമയം ഫ്ലെമിഷ് ബോണ്ട് നോക്കിയേ, എന്താണ്, വീക്കസ്റ്റ് ബോണ്ട് ഫോർ ഓൾ വാൾസ്. ഏത് വാളിലാണെങ്കിലും എന്താണ്, ഫ്ലെമിഷ് ബോണ്ട് വീക്കാണ്. അതായത് ഇംഗ്ലീഷ് ബോണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
ഫ്ലെമിഷ് ബോണ്ട് എന്താണ് വീക്കായിട്ടുള്ള ഒരു ബോണ്ടാണ്. കാരണം നമ്മൾ പറയുമ്പോൾ എന്താണ് ബാറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം എന്താണ് സ്ട്രെങ്ത്ത് കുറവായിരിക്കും വരിക. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണല്ലോ. സ്ട്രെങ്ത്തിൻ്റെ കേസ് എപ്പോഴും ഇംഗ്ലീഷ് ബോണ്ടിനായിരിക്കും സ്ട്രെങ്ത്ത് കൂടുതൽ, ഫ്ലെമിഷ് ബോണ്ടിന് കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ആ, അടുത്ത അപ്പിയറൻസ്. എന്താണ് അപ്പിയറൻസ്? ഇംഗ്ലീഷ് ബോണ്ട് കാണാൻ അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല അല്ലേ? നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന ഇതാണ് ഇംഗ്ലീഷ് ബോണ്ട്. എന്താണ്? പ്രൊവൈഡ്സ് റഫ് അപ്പിയറൻസ്. എന്താണ്? ഒരു റഫായിട്ടുള്ള ഒരു അപ്പിയറൻസിൽ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാം. അതേസമയം ഫ്ലെമിഷ് ബോണ്ടോ? ഫ്ലെമിഷ് ബോണ്ട് എങ്ങനെയാണ്? പ്രൊവൈഡ്സ് ഗുഡ് അപ്പിയറൻസ്. എന്താണ്? കാണുമ്പോൾ തന്നെ ഒരു നല്ല അപ്പിയറൻസ് തരാനായിട്ട് ഫ്ലെമിഷ് ബോണ്ടിന് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് സ്കില്ല്. എന്താണ്? ഇംഗ്ലീഷ് ബോണ്ടിന് അത്രയധികം സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? നോർമലായിട്ട് നമ്മൾ കാണുന്നതാണ്, ചെയ്തു വരുന്നതായിട്ടുള്ള ബോണ്ടാണ് എന്ത്? ഇംഗ്ലീഷ് ബോണ്ട്. എന്താണ്? റിക്വയേഴ്സ് ലെസ് സ്കില്ല്. അത്ര അധികം സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം ഫ്ലെമിഷ് ബോണ്ടിനോ റിക്വയേഴ്സ് മോർ സ്കില്ല്. കുറച്ചും കൂടി സ്കില്ലുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇംഗ്ലീഷ് ബോണ്ടിനെക്കാളും കുറച്ചും കൂടി ടഫാണ് ഫ്ലെമിഷ് ബോണ്ട് ചെയ്യാനായിട്ട്. ഇവർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ടഫാണ്. അതാണ് റിക്വയേഴ്സ് മോർ സ്കില്ല്, കുറച്ചും കൂടിയും സ്കില്ല് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കിയേ, മെറ്റീരിയൽ കോസ്റ്റ്. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ്? കോസ്റ്റ്ലി ആണ്. ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്? കോസ്റ്റ്ലി ആണ്. എന്താണ്? ബ്രിക്ക് ബാറ്റ്സ് ആർ നോട്ട് യൂസ്ഡ്. എന്താണ്? ബ്രിക്ക് ബാറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? കോസ്റ്റ് നമുക്ക് കൂടുതലായിട്ടാണ് വരിക. ഓക്കെ, എന്താണ്? കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്? സ്ട്രെങ്ത് ഒക്കെ വളരെ കൂടുതലാണ്. നമ്മൾ അതായത് സ്കില്ല് അധികം ആവശ്യമില്ല എന്ന് പറഞ്ഞാലും എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. ബ്രിക്ക് ബാറ്റ്സ് ആർ നോട്ട് യൂസ്ഡ്. ബ്രിക്ക് ബാറ്റ്സ് ഒന്നും യൂസ് ചെയ്യണം. നമുക്ക് ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്രിക്കുകളാണ് ആവശ്യം അല്ലേ? നമുക്ക് എപ്പോഴും ഫുൾ സൈസ് ബ്രിക്കുകളായിരിക്കും കൂടുതൽ ഇംഗ്ലീഷ് ബോണ്ടിന് ആവശ്യം. അടുത്ത പോയിന്റ് നോക്കിയേ, ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിൽ എന്താണ്? എക്കണോമിക്കലാണ്. ആസ് ബ്രിക്ക് ബാറ്റ്സ് ആർ യൂസ്ഡ്. കാരണം എന്താ? അവിടെ ബ്രിക്ക് ബാറ്റ്സ് ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. എന്താണ്? കുറച്ചൊക്കെ എന്തിൻ്റെ ആവശ്യമുള്ളൂ? പകുതി അല്ലെങ്കിൽ കാൽഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഫുൾ ലെങ്ത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എക്കണോമിക്കലാണ്. ആസ് ബ്രിക്ക് ബാറ്റ്സ് ആർ യൂസ്ഡ്. ക്ലിയർ ആണോ? മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ആലോചിച്ചാൽ മതി. ഇംഗ്ലീഷ് ബോണ്ടിൽ നമ്മൾ ഫുൾ ലെങ്ത്ഡ് ആയിട്ടുള്ള ബ്രിക്കുകളാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഫ്ലെമിഷ് ബോണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബാറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം അങ്ങനെ വരുന്ന ബ്രിക്ക് ബാറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഫുൾ ലെങ്ത്തിനെക്കാട്ടും കുറവ് മതി അല്ലേ? ഫുൾ ലെങ്ത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചിലതൊക്കെ നമുക്ക് എന്താണ്? ബ്രിക്ക് ബാറ്റുകളുടെ ആവശ്യമേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മോർട്ടാർ. എന്താണ്? മോർട്ടാർ റിക്വയർഡ്. എന്താണ്? ഫുൾ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? മോർട്ടാർ കുറേ ആവശ്യം വരുന്നുണ്ട്. എന്താണ്? മോർ മോർട്ടാർ റിക്വയർഡ്. അതേസമയം ഫ്ലെമിഷ് ബോണ്ടിൻ്റെ അവിടെയോ മോർ മോർട്ടാർ റിക്വയർഡ് ഫോർ അഡീഷണൽ ജോയിൻറ്റ്സ്. കൂടുതൽ ജോയിൻറ്റ്സ് വരുമ്പോഴേ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ? കൂടുതൽ മോർട്ടാറിൻ്റെ ആവശ്യകത ഉണ്ടാവുന്നുള്ളൂ. അതായത് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ജോയിൻറ്റ്സ് വരുമ്പോൾ, അതായത് ചിലപ്പോൾ ഒരു കോർണർ പോർഷൻ വരിക, ഒരു കോർണർ വോളാണ് അല്ലെങ്കിൽ ഒരു കോർണറിൽ ജോയിൻ്റാണ് നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ചിലപ്പോൾ കൂടുതലായിട്ട് ആവശ്യം വരും. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് മോട്ടാറിൻ്റെ ആവശ്യം കൂടുതൽ വരുന്നുള്ളൂ. മോട്ടാർ റിക്വേർഡ് ഫോർ അഡീഷണൽ ജോയിൻറ്റ്സ്. അഡീഷണൽ ജോയിൻറ്റ്സിൽ മാത്രമേ നമുക്ക് മോട്ടാർ കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എത്ര പോയിൻ്റ് ഉണ്ട്? ഒരു 6 പോയിൻ്റ് ഉണ്ട്. സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാവുന്നുള്ളൂ. ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റത്. ഇംഗ്ലീഷ് ബോണ്ട് എന്താണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്ലെമിഷ് ബോണ്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? എക്സാമിന് ചോദിക്കുന്നതാണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ. അടുത്താണ് എന്ത്? നമ്മൾ സ്റ്റോൺ മേസൺറിയും പഠിച്ചു, ബ്രിക്ക് മേസൺറിയും പഠിച്ചു അല്ലേ? സ്റ്റോൺ മേസൺറി പഠിച്ചു, ബ്രിക്ക് മേസൺറിയും പഠിച്ചു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും പറഞ്ഞു. അതുപോലെ സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും തമ്മിലുള്ള കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കിയാലോ? അടുത്തെന്താണ്? സ്റ്റോൺ മേസൺറി ആണ് ആദ്യം പറയുന്നത്. എന്താ സ്റ്റോൺ മേസൺറിയിൽ പറയുന്നത്? സ്റ്റോൺസ് ആർ നാച്ചുറൽ മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ഫ്രം ക്വാറീസ്. എന്താണ് സ്റ്റോൺ എന്ന് പറയുന്നത്? ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആണ്. അതായത് റോക്ക് ബെഡിൽ നിന്നാണ് നമ്മൾ സ്റ്റോൺസിന് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? സ്റ്റോൺസ് ആർ നാച്ചുറൽ മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ഫ്രം ക്വാറീസ്. ക്വാറീസിൽ നിന്നാണ് നമ്മൾ സ്റ്റോണിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. റോക്ക് ബെഡിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ക്വാറിയിങ് ചെയ്തിട്ടാണ് സ്റ്റോൺസിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേസമയം ബ്രിക്ക് എന്താ വരുന്നത്? ബ്രിക്സ് ആർ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ. എന്താ? മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് അല്ലേ? ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ബ്രിക്സ് ആർ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് നോക്കിയേ. സ്റ്റോണിൽ നോക്കുക. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? നമ്മൾ സ്റ്റോൺ പഠിച്ചതാണ് സ്റ്റോണിൻ്റെ ഡ്രസ്സിങ് അല്ലേ? അപ്പം എന്താണ്? സ്റ്റോണിന് ഡ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എന്താണ്? സ്റ്റോൺസിന് ഡ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതേസമയം ബ്രിക്കിനോ? ഡ്രസ്സിങ് നോട്ട് റിക്വേർഡ്, ഓൺലി റെക്റ്റാങ്കുലർ ബ്ലോക്സ് യൂസിങ്. എന്താണ്? നമുക്ക് കൂടുതൽ ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നോർമലി നമ്മൾ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ബ്രിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺസിന് ഡ്രസ്സിങ് ആവശ്യമാണ്, പക്ഷെ ബ്രിക്കിന് എന്താണ്? സ്റ്റോൺസ് ആവശ്യം വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയാലോ. ബോണ്ടിങ് ഈസ് ഫെയർ ബട്ട് സ്ട്രെങ്ത് ഈസ് മോർ. എന്താണ്? സ്ട്രെങ്ത് കൂടുതലായിരിക്കും. എന്താണ്? സ്റ്റോൺ മേസൺറിക്ക് എന്ത് കൂടുതലായിരിക്കും? സ്ട്രെങ്ത് കൂടുതലായിരിക്കും. കാരണം എന്താ? നല്ല ടഫായിട്ടുള്ള മെറ്റീരിയലാണ് സ്റ്റോണ് അല്ലേ? നല്ല ടഫായിട്ടുള്ള മെറ്റീരിയലാണ് സ്റ്റോൺ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ബ്രിക്ക് മേസൺറിക്ക് എന്തായിരിക്കും? അല്ലെങ്കിൽ ബ്രിക്കിന് എന്തായിരിക്കും വരിക? ബോണ്ടിങ് ഈസ് ഗുഡ് ബട്ട് സ്ട്രെങ്ത് ഈസ് ലെസ്. ബോണ്ടിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്താണ്? സ്ട്രെങ്ത് കുറവായിരിക്കും. സ്ട്രെങ്ത് കുറവെന്ന് പറയുന്നത് സ്റ്റോൺ മേസൺറിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇത് കമ്പാരിസൺ ആണ്. കമ്പയർ ചെയ്യുമ്പോഴാണ് ബ്രിക്ക് മേസൺറിക്ക് സ്ട്രെങ്ത് കുറവ്. നമ്മൾ നോർമലി ബ്രിക്ക് മേസൺറി ഒക്കെ ചെയ്യുന്നതാണ്. സ്ട്രെങ്ത് കുറവെന്നല്ല, സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ സ്റ്റോൺ മേസൺറിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ബ്രിക്ക് മേസൺറിക്ക് സ്ട്രെങ്ത് കുറവ്. നമ്മൾ ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ.
അപ്പോൾ സ്റ്റോൺ മേസൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ബ്രിക്ക് മേസൺട്രിക്ക് സ്ട്രെങ്ത് കുറവ് കേട്ടോ. എന്ന് വെച്ച് ബ്രിക്ക് മേസൺട്രി സ്ട്രെങ്ത് ഇല്ല എന്നല്ല, സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ സ്റ്റോൺ മേസൺട്രിയുടെ അപ്പം കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് സ്റ്റോൺ മേസൺട്രിക്കാണ്. ബ്രിക്ക് മേസൺട്രിക്ക് സ്ട്രെങ്ത് കുറവാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, റിക്വേർഡ് സ്കിൽ ലേബർ. എന്താണ്? കൽപ്പണിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടുള്ള മേസൺട്രിക്ക് നമുക്ക് എന്താണ് പ്രത്യേക ആൾക്കാർ വേണം അല്ലേ? കൽപ്പണിക്കാരെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്, അതായത് കൽപ്പണിക്ക് വേണ്ടി മാത്രം അല്ലേ? അതായത് അവർക്ക് അതിൻ്റെ സ്കില്ലുണ്ട്. അത്തരം സ്കില്ലുള്ള ആൾക്കാരെ എന്താവശ്യമാണ് നമുക്ക്? സ്റ്റോൺ മേസൺട്രിക്ക് ആവശ്യമാണ്. അതായത് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് പറഞ്ഞ പോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെ ബ്രിക്ക് മേസൺട്രിക്ക് എന്താണ്? ലെസ് സ്കിൽഡ് ലേബേഴ്സ്. അത്ര സ്കില്ലായിട്ടുള്ള ലേബേഴ്സിന് നമുക്ക് ആവശ്യം വരുന്നില്ല. സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ആവശ്യം വരുന്നില്ല. അടുത്ത പോയിന്റ് നോക്കിയാലോ. എന്താണ്? ലിഫ്റ്റിംഗ് ആൻഡ് ലേയിങ് ഈസ് ഹെവി. എന്താണ്? എടുത്തു പൊക്കൽ അതുപോലെ എടുത്ത് വെക്കലൊക്കെ എന്താണ്? കുറച്ച് ഹെവിയാണ്. കാരണം എന്താ? സ്റ്റോണിന് വെയിറ്റ് കൂടുതലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എടുത്ത് പൊക്കുക അതുപോലെ എടുത്ത് വെക്കുക അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ഹെവിയാണ്, കുറച്ച് ഭാരമുള്ള ജോലിയാണ്. പക്ഷെ ബ്രിക്ക് എന്താണ്? കൺവീനിയൻറ്റ് ഇൻ ലിഫ്റ്റിംഗ് ആൻഡ് ലേയിങ്. എന്താണ്? എടുക്കാനും വെക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഒരു ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് വരുന്നത്. നമുക്ക് 1, 2, 3 നമുക്ക് സുഖമായിട്ട് എടുത്ത് പൊക്കാം അല്ലേ? 1, 2, 3 ഒക്കെ സുഖമായിട്ട് എടുത്ത് പൊക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോൺസിനെ നമുക്ക് അത്രയും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് ഹെവിയാണ്, കാരണം സ്റ്റോണിന് വെയിറ്റ് കൂടുതലാണ്. ബ്രിക്കിന് എന്താണ്? ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് വരുന്നത്, വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാനും പൊക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല, കുറച്ച് കംഫർട്ടബിളായിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? 5ാമത്തെ പോയിന്റ് വരെ ബുദ്ധിമുട്ടുള്ള പോയിന്റ്സ് ഒന്നല്ല. നമുക്ക് ചെറുതായിട്ടൊരു കാര്യം മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എഴുതാവുന്നതെന്ന് ഓർമ്മ വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് നോക്കിയേ, മോർ ക്വാണ്ടിറ്റി ഓഫ് മോട്ടാർ റിക്വേർഡ്. എന്താണ്? സ്റ്റോൺ മേസൺട്രി ചെയ്യുമ്പോൾ നമുക്ക് എന്താവശ്യമുണ്ട്? കൂടുതൽ മോർട്ടാർ ആവശ്യം വരും. കാരണം എന്താണ്? കൂടുതൽ ജോയിൻറ്റ്സ് ഉണ്ട് അല്ലേ? നമ്മൾ സ്റ്റോൺ മേസൺട്രി ചെയ്യുമ്പോൾ സ്റ്റോണിന് ചിലപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എന്താവശ്യം വരും? മോട്ടാർ ആവശ്യം വരും. അതേസമയം ബ്രിക്കിലോ എന്താ? സ്റ്റോണിന്റെ സൈസ് നമ്മൾ ബേസ്മെന്റ് ചെയ്യുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിലല്ലേ ചെയ്യാം. നമ്മൾ പിന്നെ ഡ്രസ്സിങ് ചെയ്ത് കറക്റ്റ് സ്ക്വയർ ആക്കി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ കുറച്ച് പുറത്ത് അപ്പിയറൻസിന് നല്ല ഈ പില്ലറുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്ന രീതിയിൽ, അതായത് മതിലുകൾ അങ്ങനത്തെ വർക്കിനൊക്കെയാണ് നമ്മൾ അതുപോലെ കട്ട് ചെയ്ത സ്ക്വയറിൽ വരുന്ന സ്റ്റോണുകൾ യൂസ് ചെയ്യുക. അത് ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലും വരുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യണ എവിടെയാണ് യൂസ് ചെയ്യണതനുസരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സാധാരണ നോർമൽ ബ്രിക്കിൻ്റെ സൈസിൽ വരും. അതും ഈ പില്ലറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തൂണുകളൊക്കെ ഇല്ലേ, അതായത് നല്ല അപ്പിയറൻസ് കിട്ടുന്ന രീതിയിൽ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് വരാറുണ്ട്. അങ്ങനല്ല മാം, ഇപ്പൊ 1 മീറ്റർ നീളം 1 മീറ്റർ വീതി ഉണ്ടെന്ന് കരുതിക്കോ, അല്ല 1 മീറ്റർ ഹൈറ്റ് 1 മീറ്റർ വീതിയും. അങ്ങനെയാണെങ്കിൽ മോട്ടോർ വളരെ കുറച്ചല്ലേ വേണ്ടും സ്റ്റോണിന്. ഇഷ്ടികക്ക് നമുക്ക് ബ്രിക്സിന് കൂടുതലല്ലേ വേണ്ടത് മോട്ടോർ. അതല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ബേസ്മെന്റ് ചെയ്യില്ലേ, ബേസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റോണുകൾ എങ്ങനെയാ? വലിയ സൈസ് ആയിരിക്കും. അപ്പം ഇതിന് വെർട്ടിക്കൽ ഗ്യാപ്പ് വലിയ സൈസ് ആയിരിക്കും. പക്ഷെ എന്താണ്, ആ വലിയ സൈസുകൾ കുറേ വെക്കുമ്പോൾ കുറേ ജോയിൻറ്റ്സ്, കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ വരും. നമ്മൾ കുറേ സ്മോൾ പീസുകൾ കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടെ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ കുറേ വരും. അവിടെയൊക്കെ നമ്മൾ മോട്ടാർ വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരും.
എല്ലാം വലിയ സ്റ്റോണുകളാണ്. ഒരുവിധം എല്ലാം നമ്മൾ വലിയ സ്റ്റോണുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇടയിൽ വരുന്ന ഈ സ്പേസിൽ ചെറിയ സ്റ്റോണുകൾ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക അവിടെ അല്ലേ. അതിന് പാകപ്പെട്ട കല്ലുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അവിടെ കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ വരും. ബേസ്മെൻറ്റിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്. അതായത് കുറേ നമ്മൾ കല്ലുകൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു സ്പേസുകൾ കുറേ വരും. നമ്മളിങ്ങനെ എത്ര ഇട്ട് കൊടുത്താലും ചോദ്യം അങ്ങ് ക്ലിയർ ആയിട്ടില്ല മാമിന്. ഇപ്പൊ 1 മീറ്റർ നീളവും വീതിയുള്ള ഒരു കല്ലെന്ന് കരുതിക്കോ, ഒരു സ്റ്റോൺ എന്ന് കരുതിക്കോ. ഇഷ്ടിയാണെങ്കിൽ എല്ലാം ഒരു 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ നീളം. അങ്ങനെയാണെങ്കിൽ കുറെ കൂടുതൽ ഗ്യാപ്പ് വരൂലേ ഇഷ്ടിയക്ക്? എനിക്ക് പറഞ്ഞത് മനസ്സിലായി. അതായത് അങ്ങനെയുള്ള ബ്രിക്കിന്റെ സൈസിലുള്ള അതെല്ലാം നമ്മൾ സ്റ്റോണിന്റെ കേസിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വാറിങ് ചെയ്ത് വരുന്ന സ്റ്റോൺ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് ഞാൻ പറയുന്നത്. റിയാസ് പറയുന്നത് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന കല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ക്വാറിങ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റോണിനൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. അത് വെച്ചിട്ടാണ് നമ്മൾ മേസൺട്രി ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ബേസ്മെന്റ് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യാറുണ്ടോ? ഒരു ഷേപ്പില്ലാതെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഇങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കല്ല് ഫില്ല് ചെയ്യും. അപ്പോൾ എത്രത്തോളം നമുക്ക് കൂടുതൽ കല്ല് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതിൽ കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ വരും സ്റ്റോൺ മേസൺട്രി ചെയ്യുന്ന സമയത്ത്. അതാണ് റിയാസ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ഇങ്ങനെ ഒരു വലിയതും ചെറിയ ബ്രിക്കുകൾ വെക്കുമ്പോഴും കൂടുതൽ അതാണ് നമ്മൾ പറയുന്നത്. അത് ശരിക്കും ഈ കോൺക്രീറ്റ് ബ്ലോക്കുകളും ചെറിയ നമ്മുടെ ഇഷ്ടിക കട്ടകളും കമ്പയർ ചെയ്യുമ്പോൾ അത് പറയാം. ഇഷ്ടിക കട്ടകൾക്ക് കൂടുതൽ സിമെന്റ് അല്ലെ മോട്ടാർ ആവശ്യം വരും, കാരണം കൂടുതൽ ജോയിൻസ് വരുന്ന കാരണം. ഇതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് റിയാസ്. ഈ നമുക്ക് ഈ ഷേപ്പ്ഡ് അല്ലാതെ നമുക്ക് ക്വാറിങ് ചെയ്ത് കിട്ടുന്ന സ്റ്റോണുകളില്ലേ, അത് വെച്ച് നമ്മൾ മേസൺട്രി ചെയ്യുക, അല്ലെങ്കിൽ ഒരു മതിൽ പണിയാണ്, അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് നമ്മൾ പണിയാം. ആ സമയത്ത് നമുക്ക് കറക്റ്റ് സ്പേസിൽ നമ്മൾ കല്ലുകൾ ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് വെട്ടി മുറിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ കല്ലുകളെ ഒരുവിധം നമ്മൾ ഫേസ് പ്ലെയിൻ ആക്കി വെച്ചുകൊണ്ട് ഉള്ളിൽ കുറേ വേക്കൻറ്റ് സ്പേസുകൾ വരും. കുറേയൊക്കെ നമ്മൾ കല്ലുകൾ വെച്ച് ഫില്ല് ചെയ്യാൻ നോക്കും, സ്റ്റോണുകൾ തന്നെ ഉള്ളിലിട്ടിട്ടൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കും. പക്ഷേ കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ വരും. അപ്പം അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മോട്ടാർ ആവശ്യം വരും. അപ്പോൾ ബ്രിക്കിൽ എന്താണ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് മോട്ടാർ നീഡഡ്. അതായത് കുറച്ച് മാത്രമേ, അതായത് സ്റ്റോൺ മേസൺട്രിനെ അപേക്ഷിച്ച് കുറച്ച് മാത്രമേ ബ്രിക്ക് മേസൺട്രിക്ക് ആവശ്യമുള്ളൂ. അതായത് കറക്റ്റായിട്ട് ഷേപ്പിൽ വരുന്ന ബ്രിക്കുകളാണ്. അപ്പോൾ ആ ബ്രിക്കിൻ്റെ ആ സ്പേസിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് മാത്രം മോട്ടാർ മതിയെന്ന്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് നോക്കിയേ, മോട്ടാർ ജോയിൻസ് ആർ ഇറഗുലർ. ഇതാണ് നേരത്തെ പറഞ്ഞ പോയിന്റിനുള്ള കറക്റ്റ് ആൻസർ. എന്താണ്? മോട്ടാർ ജോയിൻസ് ആർ ഇറഗുലർ. അതായത് റെഗുലർ ആയി എന്താ അതായത് റെഗുലർ ആയിട്ടുള്ള എന്ത് വരില്ല, ജോയിൻറ്റുകളെല്ലാം വരും. ഞാൻ പറഞ്ഞു അൺഈവൻ ഷേപ്പ്ഡ് ആയിരിക്കും. അതായത് നമുക്ക് കറക്റ്റ് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള സ്റ്റോണുകളിൽ നമ്മൾ മേസൺട്രി ചെയ്യുമ്പോൾ എന്താണ്, മോട്ടാർ ജോയിൻസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എന്താവശ്യം വരുന്നത്, മോട്ടാർ ആവശ്യം വരുന്നത്. പക്ഷെ ബ്രിക്ക് മേസൺട്രി കേസിൽ എന്താണ്, മോട്ടാർ ജോയിൻസ് യൂണിഫോം ആണ്. നമുക്കറിയാം ഇത്ര ഷേപ്പ് കല്ലാണ് വരുന്നത്, അല്ലെങ്കിൽ ബ്രിക്കാണ് വരുന്നത്, അതിന് ഇത്ര മോട്ടാർ മതി, അല്ലെങ്കിൽ ഇവിടെ മാത്രം ഫില്ല് ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതായത് ആ ബ്രിക്ക് മേസൺട്രി ചെയ്യുമ്പോൾ അതിൻ്റെ ജോയിൻസ് നമുക്ക് ക്ലിയർ ആണ്. പക്ഷെ അതേസമയം സ്റ്റോൺ മേസൺട്രിക്ക് അൺഈവൻ ആയിട്ടുള്ള ജോയിൻസാണ് വരുന്നത്. അതായത് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് എവിടേക്കാണ് ജോയിൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ മോട്ടാർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് മോട്ടാർ ജോയിൻസ് ആർ ഇറഗുലർ. ഇറഗുലറായിട്ട് മോട്ടാർ ജോയിൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ മോട്ടാർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ മോട്ടാർ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അടുത്ത എന്താണ് പോയിന്റ്, പ്ലാസ്റ്ററിങ് ഈസ് നോട്ട് റിക്വേർഡ്.
എന്താണ് സ്റ്റോൺ മേസൺറി നമുക്കിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പം വരില്ല. എന്താണ് പ്ലാസ്റ്ററിങ് ഈസ് നോട്ട് റിക്വയർഡ്. അതേസമയം ബ്രിക്ക് മേസൺറിക്ക് എന്താണ് പ്ലാസ്റ്ററിങ് വേണം അല്ലേ? പ്ലാസ്റ്ററിങ് ചെയ്യാത്തവരുണ്ട്. അതായത് അതിൻ്റെ പർപ്പസിന് വേണ്ടി, അതായത് നല്ല അപ്പിയറൻസ് കിട്ടാനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യാണ്ട് വിടുന്ന വോളുകളാണ് നമ്മളങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യാതിരിക്കുക. ബാക്കി അല്ലാത്ത വോളുകൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്ററിങ് ചെയ്യും. പ്ലാസ്റ്ററിങ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറ്റുക? വോളിന് ഡിഫക്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതായത് വോളിനും അതുപോലെ ഉള്ളിലിരിക്കുന്ന ബ്രിക്കിനും അതിൻ്റെ മോട്ടാറിനും എന്താണ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തു കൊടുക്കുക. പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഒരു നല്ല അപ്പിയറൻസിന് വേണ്ടി മാത്രമല്ല, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വോളിൻ്റെ പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് സ്റ്റോൺ മേസൺറിയിൽ പ്ലാസ്റ്ററിങ് ആവശ്യം വരുന്നില്ല. പക്ഷെ ബ്രിക്ക് മേസൺറിയിൽ എന്തുണ്ട്? പ്ലാസ്റ്ററിങ് ആവശ്യം വരുന്നുണ്ട്. അടുത്ത എന്താണ് സ്റ്റോൺ മേസൺറിയിൽ ഫയർ റെസിസ്റ്റൻസ് ലെസ്. എന്താണ് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. സ്റ്റോണ് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. സ്റ്റോണിൻ്റെ കേസിൽ എപ്പോൾ വേണമെങ്കിലും ഫയർ ഉണ്ടാവാം അല്ലേ? സ്റ്റോണുമ്പോൾ വേറൊരു സ്റ്റോൺ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫയറിൻ്റെ ചെറിയ കണ്ടൻറ്റ് ഉണ്ടാവും അവിടെ. ഫയർ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലേ? എന്താണ് കാൽസ്യം ഉള്ളത് കൊണ്ടാണ്. അതായത് എന്താണ് കാർബണേറ്റ്സ് അല്ലേ? അതിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് എന്താണ് ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ അതേസമയം ബ്രിക്ക് എന്താണ് ഫയർ റെസിസ്റ്റൻസ് മോർ. അതായത് ബ്രിക്കിനെ അപേക്ഷിച്ച് ഫയറിനെ കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രിക്ക് കേട്ടോ. സ്റ്റോണിനെ അപേക്ഷിച്ച് ബ്രിക്ക് കൂടുതൽ ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. എന്താണ് വോൾ തിക്നെസ് മോർ ദാൻ 300 mm. എന്താണ് 300 mm കൂടുതലായിരിക്കും സ്റ്റോൺ വെച്ച് നമ്മളൊരു വോള് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരിക. എന്താണ് കൂടുതൽ വലിയ പീസുകൾ വെച്ചാൽ നമ്മൾ സ്റ്റോൺ മേസൺറി ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് 300 mm കൂടുതലായിരിക്കും വാൾ തിക്നെസ് വരിക. അതേസമയം ബ്രിക്ക് വാളിൽ എന്തായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം 100 mm തൊട്ട് 200 mm വാൾസ് ഈസിലി കൺസ്ട്രക്റ്റഡ്. നമ്മൾ നോർമലി ചെയ്യുന്ന വാളുകൾ ബ്രിക്ക് വാളുകൾസ് കേട്ടോ. അടുത്ത എന്താണ് ഓർണമെൻ്റൽ വർക്ക് കോസ്റ്റ്ലി. എന്താണ് ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ ഓർണമെൻ്റൽ വർക്ക് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പോളിഷ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രസ്സിങ് ചെയ്യുക അതിനൊക്കെ എന്ത് കൂടുതലായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കും. സ്റ്റോണിന് തന്നെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ സ്റ്റോണിൻ്റെ ഓർണമെൻ്റൽ വർക്ക് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മതി, ഡ്രസ്സിങ് ചെയ്യുക, പോളിഷ് ചെയ്യുക അല്ലേ? ഇതൊക്കെ എക്സ്ട്രാ വർക്കുകളാണ്. ആ എക്സ്ട്രാ ഓർണമെൻ്റൽ വർക്കിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ കോസ്റ്റ് ആവശ്യം വരുന്നുണ്ട്. അതായത് ഓർണമെൻ്റൽ വർക്ക് കോസ്റ്റ്ലി ആണ്. അതേസമയം ബ്രിക്കിനോ ചീപ്പ് ആൻഡ് ഈസിലി കൺസ്ട്രക്റ്റഡ് ഓർണമെൻ്റൽ വർക്ക്. ബ്രിക്സ് വെച്ചിട്ട് നമുക്കുള്ള ഓർണമെൻ്റൽ വർക്ക്സ് ചെയ്യാനായിട്ട് വലിയ കോസ്റ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, കാരണം ബ്രിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. സ്റ്റോണിന് അതേസമയം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്, സ്ട്രെങ്ത് കൂടുതലുള്ളതാണ്. അപ്പോൾ അതിനെന്താണ് ഓർണമെൻ്റൽ വർക്ക്സ് കോസ്റ്റ്ലി ആണ്. ക്ലിയറായി ഒരു 11 പോയിൻ്റ് ഉണ്ട്. ഒരു 5-6 പോയിൻ്റെങ്കിലും പഠിച്ചു വയ്ക്കാം. എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാമല്ലോ. ഏതൊക്കെ പഠിക്കാം? ഒന്ന് സ്റ്റോണിൻ്റെ ഡെഫിനിഷനും അതുപോലെ ബ്രിക്കിൻ്റെയും. ഒന്ന് നാച്ചുറൽ മെറ്റീരിയലാണ്, മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ മെറ്റീരിയലാണ് അല്ലേ? ഫസ്റ്റത്തെ പോയിൻ്റ് ക്ലിയർ ആയല്ലോ. അതുപോലെ
എന്താണ് ഡ്രസ്സിങ് റിക്വേർഡ്, എന്താണ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഇമ്പോർട്ടൻ്റ്, അതായത് സ്റ്റോണിൻ്റെ ഡ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ഡ്രസ്സിങ് നോട്ട് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്, പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന പോയിൻറ്റ്സ് ആണ് പറയുന്നത്. പ്ലാസ്റ്ററിങ് എന്താണ്, സ്റ്റോണിന് ആവശ്യമില്ല, ബ്രിക്കിന് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ സ്റ്റോൺ ഫയർ റെസിസ്റ്റൻസ് കുറവാണ്, ബ്രിക്ക് ഫയർ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ ഓർണമെൻ്റൽ വർക്ക് കോസ്റ്റ്ലി ആണ് സ്റ്റോണിന് വരുന്നത്, ബ്രിക്കിന് ഓർണമെൻ്റൽ വർക്ക്സ് അല്ലെങ്കിൽ ചീപ്പായിട്ട് നമുക്ക് ഈസിലി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വോളിൻ്റെ തിക്നെസ്സിൻ്റെ കാര്യവും പറയാം. എന്താണ് സ്റ്റോണിൽ 300 mm മോർ ദാൻ അല്ലേ? മറ്റേത് എന്താണ് ബ്രിക്ക് 100-200 വോൾസ് കൺസ്ട്രക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഒരു 6 എണ്ണം പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പം പഠിച്ചു വയ്ക്കാവുന്ന പോയിന്റ്സ്. ഇപ്പോൾ ഈ ഒരാൾക്ക് എളുപ്പമുള്ളതായിരിക്കില്ല, മറ്റാൾക്ക് മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന പോയിന്റ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ പോയിന്റ്സ് ഓർമ്മ നിൽക്കുക അതിനനുസരിച്ച് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ചില പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് മോട്ടാറിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ മോട്ടാർ കൂടുതൽ ആവശ്യമുണ്ട് സ്റ്റോണിൽ. കാരണം എന്താ, ഇറഗുലർ ആയിട്ടുള്ള ജോയിൻറ്റ്സ്, മോട്ടാർ ജോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ തന്നെ 2 പോയിൻ്റായി. അപ്പോൾ തന്നെ 2 പോയിൻ്റ് പഠിച്ചു. ഇറഗുലർ ആയിട്ടുള്ള മോട്ടാർ ജോയിൻറ്റ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ മോട്ടാർ റിക്വേർഡ് മോർ. അപ്പോൾ തന്നെ 2 പോയിൻ്റായി. അപ്പോൾ ചിലവർക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഒരു 6 പോയിൻ്റ് 5 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. അത് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. 5 മാർക്കിനുള്ള പോയിൻ്റാണ് ചോദിക്കുക. അപ്പോൾ ഓരോന്നിലും 5 പോയിൻ്റ് വെച്ചിട്ട് എഴുതാം. ഒരു എക്സ്ട്രാ 1 പോയിൻ്റോ 2 പോയിൻ്റോ കൂടുതൽ പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എഴുതിയോണ്ടും കുഴപ്പമില്ല. മിനിമം അത്രയെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കണം. ക്ലിയർ അല്ലേ? ഇപ്പോൾ 2 കമ്പാരിസൺ നമ്മളിന്ന് പഠിച്ചു. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കമ്പാരിസണും ബ്രിക്ക് മേസൺറിയും സ്റ്റോൺ മേസൺറിയും കമ്പാരിസൺ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണമാണ്. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മേസൺറിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബ്രിക്കുകൾ പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലെടുത്താൽ മതിയല്ലോ.